ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കട്ട് വർക്ക് സാരീസ് കുറേ ആയി ഞാൻ കട്ട് വർക്ക് സാരീസ് ചെയ്തിട്ട്. അപ്പോൾ ഒത്തിരി എൻക്വയറീസ് ഒന്ന് കട്ട് വർക്ക് സാരി ഇടാവോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും കട്ട് വർക്ക് സാരീസ് കൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ സെമി ടെസറിൽ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല. അതുപോലെ നമുക്ക് വൺ പ്ലേറ്റ് ആയിട്ടും എല്ലാം നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം, ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ എങ്ങനെയാണ് വരുന്നത്, ഇതിൽ ചെറിയൊരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, ഡിഫറെൻറ്റ് കളേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ട്, ലോവർ പോർഷനിലും കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്, ആ കട്ട് വർക്കും കൂടെ വരുന്നുണ്ട്. വളരെ സോഫ്റ്റാണ്, ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയൽ, ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരേ കളറുകൾ കാണാം. ഇതാണ് മറ്റൊരു ഷെയ്ഡിൽ വന്നിരിക്കുന്നത്, പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ ഇതുണ്ട്, കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്, സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക, വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല, ലൈറ്റ് വെയ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 ഈ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നേരത്തെ പല റേറ്റിൻ്റെ ഉണ്ട്, ഇതിപ്പം 1985 ഈ സാരികൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇനി ഞാനിത് ഈ ടൈപ്പാണിത്, അതുകൊണ്ട് ഞാനിത് വിടർത്തുന്നില്ല. ഒരു ലാവണ്ടർ ഷെയ്ഡ് വിത്ത് ബ്ലൗസാണ് എല്ലാം. ബ്ലൂ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, കാരണം ഈ കളറുകളിൽ ഡിഫറൻസ് വരാൻ പാടില്ല എന്നില്ല. കാരണം ഞാൻ എൻ്റെ മാക്സിമത്തിൽ കാണിക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വീഡിയോ കോളിൽ കണ്ടിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. പിന്നെ ഒരു കാര്യവും കൂടെ, നമ്മളിത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് എടുത്തു വയ്ക്കുക ഒരു ദിവസത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് വന്നതിന് ശേഷം മാത്രമേ ഞങ്ങളിത് എടുത്തു വയ്ക്കുകയുള്ളൂ, അല്ലാതെ എടുത്തു വയ്ക്കില്ല. കാരണം കട്ട് വർക്ക് സാരീസ്, അതുപോലെ കഴിഞ്ഞ ദിവസത്തെ തെച്ചിക്കോട്ട, ഇതിനൊക്കെ ഒത്തിരി എൻക്വയറീസ് ഉണ്ട്. നമ്മളിത് എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാട്ടോ അതിലൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായ സംഭവം ഉണ്ടായി. അപ്പോൾ ഈ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ആ പ്രൊഡക്റ്റ് അയച്ചു തരും. അല്ലെങ്കിൽ അത് എന്നത്തേക്ക് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, മാറ്റി വെച്ചോളും. അല്ലാതെ അത് നമ്മൾ അല്ലാതെ ഒരു ദിവസത്തിൽ കൂടുതൽ, ഞങ്ങളത് ഒരു ദിവസത്തിൽ കൂടുതൽ തന്നെ മാക്സിമം മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു ഷെയ്ഡ്, ഇത് ബ്രിക്ക് റെഡല്ല, ഓറഞ്ചും അല്ല, ഇതുണ്ടോ, ഇതാണ്. എല്ലാം നല്ല ഷെയ്ഡ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പർപ്പിള് എല്ലാം വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. റേറ്റ് 1985. ഇതൊരു ചിക്കു ഷെയ്ഡ്, ലൈറ്റ് ചിക്കു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ലാവണ്ടറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. ഇതിലുള്ള സെൽഫ് കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് വരിക. ഈ മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് അല്ല, ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഈ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും, ഇത് ഫുള്ളായിട്ടും ലോവർ പോർഷനിൽ വരുന്നുണ്ട്. അപ്പർ പോർഷനിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. റേറ്റ് 1985. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇനി ഞാൻ വിടർത്തുന്നില്ല കേട്ടോ, സെയിം മോഡൽ തന്നെ. പർപ്പിൾ ഷെയ്ഡ്, പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ഒരു പീച്ച് ഷെയ്ഡ്, പിങ്ക്, ഇത് മെറൂണല്ല, ഒരു മെറൂണല്ല, പക്ഷേ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം ഞാനത് മെറൂൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, കൈ കിട്ടിക്കഴിയുമ്പോൾ ഇത് മെറൂൺ അല്ല, പക്ഷേ ഇത് ഉണ്ടോ, ഇതാണ് കേട്ടോ. ഇതിൻ്റെ വർക്കെല്ലാം സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതിന് സ്വല്പം ഡിഫറൻസ് വരും വീഡിയോയിൽ കാണുന്ന കളറുമായിട്ട്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഈ സാരിയിലെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. ഇത് പല്ലു പോർഷനാണ്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്.
രണ്ട് സൈഡിലും എല്ലാത്തിൻ്റെയും സെയിം തന്നെ. പിന്നെ ഇതിൻ്റെ ആ കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലും ഉള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ തന്നെ ഇത് കണ്ടോ, സെയിം ഡിസൈൻ സെയിം, പക്ഷേ ഈ കളർ തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു പർപ്പിളിൻ്റെ തന്നെ ഒരു കളറാണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ്. ഇതുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലേ മെറൂണാണ്. മെറൂൺ അല്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. പിങ്ക്, ലാവൻഡർ, ഇത്രയും ഷെയ്ഡ്സാണ്. ഇതെല്ലാം ഈ ഡിസൈനിൽ വന്നാണ്. റേറ്റ് 1985. ഇതൊരു അണിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡിലാണ് വരിക. ഇതിലും കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കുമാണ്. എല്ലാത്തിൻ്റെയും ഈ ഡിസൈനിൽ ഡിഫറൻസ് വരുന്നുണ്ട്. 1985 ഈ സാരികളെല്ലാം വന്നിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് 1 പ്ലീറ്റ് ആയിട്ടും ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും ഈ സാരി എല്ലാം നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇനി ഇതിൻ്റെ കളേഴ്സ്, ഒരു പിങ്ക് ഷെയ്ഡ്. ഡിസൈൻ എല്ലാം സെയിം, ഇതിൻ്റെ ആ ഷെയ്ഡ്സിൽ മാത്രമേ മാറ്റമുള്ളൂ. ഒരു പർപ്പിൾ ഷെയ്ഡ്, ലാവൻഡറിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സാണ് ഈ ഡിസൈനിൽ വരുന്നത്. നല്ലൊരു ഷെയ്ഡാട്ടോ ഇത്. ബ്രിക്ക് റെഡ് അല്ല കേട്ടോ, പീച്ചും അല്ല, നല്ലൊരു ഷെയ്ഡ്. എനിക്കിത് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഇതാണ് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്, എല്ലാത്തിൻ്റെയും പോലെ തന്നെ. ഇതിൻ്റെ ആ കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലുള്ള ഡിഫറൻസ് മാത്രമേ കേട്ടോ വരുന്നുള്ളൂ. പിന്നെ കളറ് അധികവും റെയർ കളേഴ്സാണ്. ഇങ്ങനെയാണ് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ലോവർ പോർഷനിൽ ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുമുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ഇനി ഇതിൻ്റെ കളേഴ്സ്, ഒരു പീച്ച്, മെറൂൺ, പിസ്ത ഗ്രീൻ, പിങ്ക്, ലാവൻഡർ, ചിക്കു. ഇത്രയും കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഞാനിത് ഓരോ എംബ്രോയ്ഡറി വർക്കിൻ്റെയും ആ കട്ട് വർക്കിൻ്റെയും കളേഴ്സ് ഡിഫറെൻ്റായിട്ട് തന്നെ ഓരോന്നിനും കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട്